രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. മധുരാപുരിയുടെ നായകനായി വാഴുന്നു കണ്ണൻ. മതമില്ലാത്തൊരു മനസ്സിൽ നിത്യം മിന്നുന്നു കണ്ണൻ. മധുരാപുരിയുടെ നായകനായി മധുരാപുരിയുടെ നായകനായി വാഴുന്നു കണ്ണൻ. മതമില്ലാത്തൊരു മനസ്സിൽ നിത്യം മിന്നുന്നു കണ്ണൻ. മാനവരെല്ലാം മാധവരൂപം ചൊല്ലുന്നു കണ്ണൻ. മാലിനിമാരുടെ മാനസചോരൻ മരതകമണിവർണ്ണൻ എന്റെ ഗുരുവായൂരപ്പൻ. അഷ്ടമിരോഹിണി നാടിലുദിച്ചൊരു പൊന്നിൻ നക്ഷത്രം. അത്ഭുത ബാലകനാകിയ ദേവൻ വൃത്തിൽ മിന്നേണം. അന്തണനാകിയ ഭക്തനു നേരെ കാട്ടിയ കാരുണ്യം. സന്തതമെന്നിൽ ചൊരിയും കണ്ണൻ മഴമുകിലൊളിവർണ്ണൻ എന്റെ ഗുരുവായൂരപ്പൻ. മമ മനമാകും ഗുരുവായൂരിൽ മിന്നിടുന്നല്ലോ. മന്മഥനാകിയ ദേവൻ ഭരതകമണിവർണ്ണൻ. പാലിനിമാരം മലരുകൾ തേടും മംഗളരൂപൻ നീ. മനസ്സിനുള്ളിൽ പാമഴ പെയ്യും മാനസചോരൻ നീ എന്റെ മധുരാനാഥൻ നീ. കരുണാസാഗരമാകിയ നിന്നിൽ അലിഞ്ഞു ചേർന്നിടാൻ. കാമനയുള്ളിൽ വെച്ചു പുലർത്തും വെറുമൊരു നദി ഞാനും. കൽമഷമാകിയ കല്ലും മുള്ളും തട്ടിയകറ്റി ഞാൻ. കാൽത്തളി തേടിയണഞ്ഞിടുമ്പോൾ എന്നെ കാക്കേണേ കണ്ണ എന്നിൽ നിറയേണേ. ആയർ പെൺകൊടിമാരെ പോലെ നിന്നെ പ്രേമിക്കാൻ. അമ്മ യശോദ കൊഞ്ചിക്കുമ്പോൾ നിന്നെ സ്നേഹിക്കാൻ. അവിടുത്തെ തിരുപാദം തേടും തുളസീദളമാകാൻ. അടിയനു അവസരമേകിടേണേ വസുദേവാൻ ഭജനേ കണ്ണ ആനന്ദാലയമേ. സന്ധ്യാദേവി വിരിച്ചിടുന്നു തൂമഞ്ഞപ്പെട്ട്. സുന്ദരി ഗോപിക ചാർത്തിയിടുന്നു
പുഞ്ചിരിയാം പട്ട്. സരിഗമ പാടാൻ അറിയാതെ ഞാൻ പാടുന്നു പാട്ട്. സപ്തസ്വരമതു പാടാനെന്നും നീയല്ലോ കൂട്ട്. എന്നിൽ നിന്നുടെ താരാട്ട്. മുരളിക തേടിയിടുന്നു മാധവ നിന്നുടെ അധരങ്ങൾ. മധുരികു കൃഷ്ണ തേടിയിടുന്നു നിന്നെ അടിയങ്ങൾ. മാമക മോഹമദാന്ധതയെല്ലാം നീയേ തീർക്കേണം. മാരുതനാഥ ഗുരുവാദേശ നീയേ എൻ ശരണം. കൃഷ്ണ നീ മാത്രം ശരണം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോപി ഗോപാല. ഗുരുവായൂരപ്പ നീ മാത്രം ശരണം. ഗുരുവായൂരപ്പ നീ മാത്രം ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദ്വാപരയുഗത്തിൽ ലോകത്തിനെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ച വനമുരളീനാഥം ഇന്നും എത്രയോ ഭക്തന്മാരുടെ ഉള്ളിൽ ആനന്ദത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, അനുഭൂതിയുടെ നാദതരംഗങ്ങളായി, ഗാനനിർജ്ജരിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓരോ ജീവനും ഭക്തിഗംഗകളാകുമ്പോൾ ഭഗവാനാകുന്ന കരുണാസാഗരത്തിലേക്ക് ഒഴുകിയെത്താൻ കൊതിക്കുന്നു. അങ്ങനെ ഒഴുകിയെത്തിയ എത്രയോ ഭക്തന്മാരുടെ കഥകളാണ് നമ്മൾ ഭാഗവതത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ എല്ലാം ഉപേക്ഷിച്ച് പ്രായോപവേശം ചെയ്ത പരീക്ഷിത്ത് എന്ന രാജർഷി, വിഷ്ണുരാധൻ എന്ന് ഭാഗവതം വിളിക്കുന്ന വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ട ആ പരീക്ഷത്തിന് അന്യഥാ ശരണം നാസ്തി എന്ന ഭാവം ഇപ്പതാ ആ തക്ഷകദംശനമേറ്റു മരിക്കാൻ ഇരിക്കുമ്പോഴും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ഭഗവാൻ തന്നെ രക്ഷിക്കും എന്ന ഒരു ബോധം. അതുകൊണ്ടാണ് ഭഗവത് കഥകൾ കേൾക്കാനുള്ള തൻ്റെ ഉത്കടമായ ആഗ്രഹത്തെ ശിശുബ്രഹ്മർഷിയുടെ മുമ്പിൽ പരീക്ഷിത്ത് അവതരിപ്പിച്ചത്. കാരണം ശിശുബ്രഹ്മർഷി നമസ്കന്ധത്തിന്റെ അവസാനത്തിൽ യസ്യാനനം മകരകുണ്ടല ചാരുകർണ ഭ്രാജൽ കപോല സുഭഗം സവിലാസഹാസം നിത്യോത്സവം ന തദൃശിഭിർപിബന്ധ്യോ നാര്യോ നരാശ്ച മുദിതാ കുപിതാ നിമേശ്ച ജാതോ ഗത പിതൃഗൃഹാൽ വ്രജമേധിതാർത്ഥോ ഹത്വാരിപുൻ സുതശതാനി കൃതോരുദാര ഉത്പാദ്യതേഷു പുരുഷകൃതുഭിഃ സമീജേ ആത്മാനമാത്മനിഗമം പ്രഥയൻ ജനേഷു പൃഥ്വ്യാസ വൈ ഗുരുഭരം ക്ഷപയൻ കുരൂണാമന്തസ്സമുദ്ധകലിനാ യുധി ഭൂപചംവ ദൃഷ്ട്വാ വിധൂയ വിജയേ ജയമുദ്ഘോഷ്യ പ്രോച്യോദ്ധവായ ച പരം സമഗാൽ സ്വധാമ കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽപാദം വിണ്ട നാൾ വരെ കണ്ണൻ കമലപത്രാക്ഷൻ ആ കാർമേഘവർണ്ണൻ ആ താമരക്കണ്ണൻ ആടിയ ലീലകൾ ജഗന്മോഹനം ഈ ലോകത്തെ മുഴുവൻ
മോഹിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം, അതാണ് പരീക്ഷിത്ത് പങ്കുവെച്ചത്. കേവലം നവമസ്കന്ധത്തിന്റെ അവസാനത്തെ ശ്ലോകങ്ങളിൽ ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ കഥകൾ മുഴുവൻ ചുരുക്കി പറഞ്ഞപ്പോ വധവിസ്തരാൽ എന്ന് പറഞ്ഞു. വിസ്തരിച്ചു കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അവിടുന്ന് പറഞ്ഞു തരണേ. പല പല കാരണങ്ങളെ കൊണ്ടാണെന്നാണ് പറയുന്നത്. നിവൃത്തതർഷൈരുപഗീയമാനാൽ ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമാൽ. ഭവൗഷധത്തിന്, ആ ഭവങ്ങൾക്ക്, സംസാരത്തിനുള്ള ഏറ്റവും വലിയ ഔഷധമാണ് ഭഗവാന്റെ ദിവ്യമായ കഥകൾ. അത് കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ കൃതജ്ഞന്മാർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. കൃതജ്ഞന്മാരായിട്ടുള്ള ആളുകളെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഭഗവാന്റെ കഥകൾ വിസ്തരിച്ചു പറഞ്ഞു തരണേ, വിസ്തരിച്ചു പറഞ്ഞു തരണേ. എൻ്റെ പിതാമഹന്മാര്, എൻ്റെ ആ മുത്തച്ഛന്മാരൊക്കെ ഈ ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോഴാണ് അവർക്ക് ആ കൗരവ സൈന്യ സാഗരത്തെ, അതിലെ അതിഭീകരന്മാരായിരിക്കുന്ന തിമിംഗിലങ്ങൾ, ഭീഷ്മദ്രോണാദികളെയൊക്കെ, അവരൊക്കെയുള്ള ആ കൗരവ സൈന്യ സാഗരത്തിന്റെയും മറുകര കടക്കാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ അതിനെ വെറും ഒരു വത്സപദം പോലെ, ഒരു പശുവിന്റെ കുളമ്പടി പോലെ ചെറുതായി കാണാൻ സാധിച്ചുവെങ്കിൽ അതാ ഭഗവാന്റെ കാരുണ്യമാണ്. എന്തിനാണ് വളരെ വളരെ മറ്റു കാര്യങ്ങളൊക്കെ പറയണത് അല്ലേ? എന്റെ കാര്യം തന്നെ ആലോചിച്ചാൽ എനിക്കും ജീവിതത്തിൽ ഇവിടെ ഇരുന്ന് ഈ കഥ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി എങ്കിൽ അതിന് കാരണം ആ ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കടന്ന ഭഗവാൻ എന്നെ രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ ഗുരുനാഥ ഇവിടെ ഇരുന്ന് കഥ കേൾക്കാൻ ഈ പരീക്ഷത്തിൽ ഉണ്ടാവുമായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പരീക്ഷത്ത് പറയുകയാണ്, എനിക്ക് ആ കഥ കേട്ടിട്ടും മതിയാവണില്ല, എനിക്കിപ്പോ വിശപ്പും ദാഹവും ഇല്ല എന്നാണ്. കാരണം എന്താ? വിശപ്പും ദാഹവുമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നെനിക്ക് നല്ല പോലെ അറിയാം. പക്ഷേ ആ വിശപ്പും ദാഹവും എന്നെ വിട്ടുപോയിരിക്കണു ഇപ്പോ. കാരണം അത് വലിയൊരു ആനന്ദത്തിന്റെ അനുഭൂതിയുടെ തലമാണ്. അവിടുത്തെ മുഖാരവിന്ദത്തിൽ നിന്ന് ഒഴുകി വരുന്ന ഹരികഥാമൃതത്തെ ആസ്വദിച്ച് ആനന്ദ അനുഭൂതിയിൽ ഞാൻ ഇരിക്കുകയാണ്. ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അമൃതം, കഥാമൃതം, ഹരികഥാമൃതം. ത്വന്മുഖാംഭോജച്യുതം ഹരികഥാമൃതം. അത് കേട്ട് 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 എന്റെ മനസ്സില് എനിക്ക് ലവലേശം ഇപ്പൊ വിശപ്പും ദാഹവും തോന്നുന്നില്ല. അതുകൊണ്ട് ആ മായാമനുഷ്യന്റെ കഥ അടിയന് പറഞ്ഞു തരണേ. കുറേ കാര്യങ്ങൾ അവിടെ പരീക്ഷിത്ത് പറയുന്നുണ്ട്. ഭഗവാൻ എന്തുകൊണ്ടാണ് പിതൃഗേഹം വിട്ടിട്ട് അവിടെ മധുരയിൽ നിന്ന് അമ്പാടിയിലേക്ക് പോയത്? അമ്പാടിയിൽ ഭഗവാൻ എത്ര കാലം കഴിഞ്ഞു? ഭഗവാൻ തിരിച്ചു വന്ന് അമ്മാവനായ കംസനെ നിഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? ഭഗവാൻ എത്ര പത്നിമാരുണ്ടായിരുന്നു? ഇങ്ങനെ നിരവധി നിരവധി ചോദ്യങ്ങൾ ആ പരീക്ഷിത്ത് ചോദിച്ചു. ഏറ്റവും ഒടുവിൽ പറഞ്ഞു, ഇത് മാത്രമല്ല, ഏതദന്യക്ഷ സർവം മേ മുനേ കൃഷ്ണ വിചേഷ്ടിതം വക്തുമർഹസി ധർമ്മജ്ഞ ശ്രദ്ധാനായ വിസ്തൃതം. കേട്ടിട്ടും മതിയാവണില്ല. അത് വിസ്തരിച്ചു പറഞ്ഞു തരണേ. ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളെയും ആ കാരുണ്യത്തിന്റെ കഥ അടിയന് പറഞ്ഞു തരണേ എന്ന് പറയുമ്പോഴാണ് സൂത പൗരാണികൻ ശൗനകാദികളോട് പറഞ്ഞു. ആ പരീക്ഷത്തിന്റെ വാക്കുകൾ കേട്ട് ശ്രീശുക ബ്രഹ്മർഷി പറയാനായിട്ട് ആരംഭിച്ചു. ഏവം നിശമ്യ ഭൃഗുനന്ദന സാധുവാദം വയ്യാസകി സ ഭഗവാനധ വിഷ്ണുരാദം പ്രത്യർച്യ കൃഷ്ണചരിതം കലികൽമഷഘ്നം വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാന. ശ്രീകൃഷ്ണചരിതം, കലികൽമഷങ്ങളെ ഇല്ലാതെയാക്കുന്ന കൃഷ്ണചരിതം പറയാനായിട്ട് ആരംഭിച്ചു. ശ്രീശു ബ്രഹ്മശ്രീ തന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാവിനെ, ആ ഭക്തോത്തമനെ, ആ പരീക്ഷത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ചോദ്യം വളരെ നന്നായി.
ഭഗവാനെ കുറിച്ചാണ് അങ്ങയുടെ ചോദ്യം. അത്തരം ചോദ്യങ്ങൾ ചോദ്യകർത്താവിനെയും പിന്നീട് ഉത്തരം പറയുന്ന ആളെയും അത് കേൾക്കുന്ന ആളെയും ഒക്കെ ഭഗവാന്റെ പാദതീർത്ഥം പോലെ ശുദ്ധീകരിക്കുന്നതാണ്. യത്പാദസലിലം യഥ, അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ശിശു ബ്രഹ്മർഷി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകണു. പരീക്ഷത്തിനോടൊപ്പം നമുക്കും ആ ഭാഗവത യാത്രയിൽ ഒപ്പം ചേർന്ന് നിന്നാൽ ആദ്യം കാണാൻ സാധിക്കുന്നത് ദശമസ്കന്ധത്തിൽ ഒരമ്മയുടെ വേദനയാണ്. ഭൂമി മാതാവിന്റെ സർവം സഹയായ അമ്മയുടെ വേദന. ആ വേദന ആ അമ്മയെ വേദസ്വരൂപനിലേക്ക് എത്തിക്കുന്നു. വേദനിക്കേണ്ടെന്നും താൻ വസുദേവ ഗൃഹത്തിൽ പിറക്കാൻ പോകുന്നു എന്നും ആ ഭഗവാൻ അവിടെ സാക്ഷാൽ 4 വേദങ്ങളുടെയും സൃഷ്ടാവായിരിക്കുന്ന ബ്രഹ്മാവിനെ അറിയിക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമായി. മറ്റൊന്നുകൂടി പറഞ്ഞു ഭഗവാൻ, എന്റെ ഏട്ടനായി അനന്തമൂർത്തി അവതരിക്കാൻ പോകുന്നു. രാമാവതാരത്തിൽ എന്റെ അനുജനായി അവതരിച്ച ആ ലക്ഷ്മണൻ അന്ന് അനന്തമൂർത്തി ലക്ഷ്മണനായി അവതരിച്ചുവെങ്കിൽ ഇപ്പതാ ഈ അവതാരത്തിൽ എന്റെ ഏട്ടൻ എന്നുള്ള സ്ഥാനവും രാമൻ എന്നുള്ള നാമവും ഞാൻ അനന്തമൂർത്തിക്ക് കൊടുക്കുകയാണ്. എന്റെ ഏട്ടനായി, ബലരാമനായി, വസുദേവപുത്രനായി, ദേവകീ നന്ദനായി അവിടെ അവതരിക്കാൻ പോകും. തന്നെയുമല്ല, യോഗമായ ആ ദേവി എന്റെ അനുജത്തിയുടെ ഭാവത്തിൽ സാക്ഷാൽ ഈ കൊടിക്കുന്നുകാവിലെ അമ്മ അല്ലേ, ആ ഭഗവാന്റെ അനുജത്തിയുടെ രൂപത്തിൽ അവതരിക്കും, നന്ദഗോപസുതയായി അവതരിക്കും എന്നുകൂടി കേട്ടതോടുകൂടി അവരൊക്കെ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ആശ്വാസത്തോടുകൂടി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, എന്റെ അവതാരത്തെ ഭംഗിയാക്കാൻ നിങ്ങൾ എല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഭൂമിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞപ്പോ ഓരോരുത്തരും ആ കണ്ണന്റെ കളിത്തൊട്ടിലിന് ആ കൂട്ടായി നിൽക്കാൻ പൂവായി, പുഴയായി, പൂമരങ്ങളായി, പശുവായി, പൂവാലി പശുവായും പശുക്കുട്ടിയായും മുരിക്കുട്ടന്മാരായും ഗോപന്മാരായും ഗോപികമാരായും എന്ന് വേണ്ട ആ ഭഗവാന്റെ അവതാരം ഗംഭീരമാക്കാൻ എല്ലാവരും തയ്യാറെടുത്തു കഴിഞ്ഞു. സജ്ജനങ്ങൾ പറയുകയാണ്, ഭഗവാന്റെ അധരത്തോട് ചേർന്നിരിക്കുന്ന ആ വനമുരളികയുണ്ടല്ലോ, അത് സാക്ഷാൽ മഹാദേവനാണത്രേ. ഭഗവാന്റെ അധരത്തോട് ചേർന്നിരിക്കുന്ന ആ മുരളിക, അതേപോലെ തന്നെ ഭഗവാന്റെ ആ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പൊന്നിഞ്ചിലമ്പ് പാർവതീദേവിയാണ്. സജ്ജനങ്ങൾ പറയുന്നു, പദഭജനം ശ്രേയ ഇത്യാലബന്ധം, ഈ പാദങ്ങളെ ആശ്രയിച്ചോളൂ എന്ന് പറയുന്ന പാർവതിയുടെ ആ വാക്കുകൾ, ആ ജഗദംബികയുടെ വാക്കുകൾ, അതിനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ എല്ലാവരും ഭഗവാന്റെ അവതാരത്തിന് കണ്ണും കാതും തുറന്നു വെച്ചിരിക്കുമ്പോ ഇനി അതിനുള്ള ഒരു വഴിയുണ്ടാവണം. അതാണ് ശിശു ബ്രഹ്മർഷി പിന്നീട് പറഞ്ഞത്. പരീക്ഷത്തെ മധുരാപട്ടണത്തിൽ ദേവകപുത്രിയായിരിക്കുന്ന ആ ദേവകിയെ വസുദേവരെ വിവാഹം ചെയ്തു. അവരുടെ വിവാഹ രഥഘോഷയാത്ര മെല്ലെ പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് ഉഗ്രസേനന്റെ പുത്രനായിരിക്കുന്ന ദേവകിയുടെ സഹോദര ഭാവത്തിലുള്ള കംസൻ വന്ന് ആ കുതിരകളുടെ കടിഞ്ഞാണ് സ്വയം ഏറ്റെടുത്തത്. എല്ലാവർക്കും അത്ഭുതമായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് കംസന്റെ സ്നേഹത്തെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന തരത്തിൽ അവിടെ നിന്നൊരു അശരീരി ഉണ്ടായി. അസ്യാസ്തു അഷ്ടമോ ഗന്ധോ ഹന്തായാം വഹസേ അബുധ, ഇവൾക്കുണ്ടാകാൻ പോകുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിട്ട് തീരും എന്ന് കേട്ടതോടുകൂടി കംസൻ തന്റെ സഹോദരിയോട് കാണിച്ച സ്നേഹത്തിന്റെ ഒരു കണിക പോലും ബാക്കി വെക്കാതെ നവവധുവായി വസുദേവരോടുകൂടി ചേർന്നിരിക്കുന്ന ആ ദേവകി എന്ന മാൻപേടയെ കൊന്നു തള്ളാൻ എന്ന രീതിയിൽ ഒരു വ്യാഘ്രത്തെ പോലെ തന്റെ ആ വാളിങ്ങോട് വലിച്ചൂരി ദേവകിയുടെ ഖഡ്ഗപാണി കചൈഗ്രഹിൽ ആ മുടിയിൽ പിടിച്ചിങ്ങോട്ട് വലിച്ച് താഴേക്ക് വലിച്ചിറക്കി തന്റെ വാള് കൊണ്ട് വെട്ടാൻ പുറപ്പെടുമ്പോഴേക്കും വസുദേവര് പറഞ്ഞു, അയ്യോ, അങ്ങയുടെ ആ യശസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യരുതേ. സ്ത്രീകളോട് അല്ലേ, ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടൂ എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പെൺകുട്ടിയോട്, നവവധുവാണ്, ആ യൗവനത്തിലേക്ക് കാലെടുത്ത് വെച്ച് ജീവിതയാത്രയിൽ തന്റെ പുതുജീവിതത്തിന്റെ സ്വപ്നങ്ങളും
ആ സ്വപ്നങ്ങളിലൂടെ കാണുന്ന മനോഹരമായ നിറങ്ങളും ഹൃദയത്തിൽ ചേർത്ത് വെച്ച ഒരു പെൺകുട്ടിയെ, അതും അങ്ങയുടെ സഹോദരി, അത് അവളുടെ വിവാഹത്തിന്റെ അന്ന് മൃത്യുർ ജന്മവതാം വീര ദേഹേന സഹജായതേ. ഓരോരുത്തർക്കും മരണം എന്നുള്ളത് അവരുടെ ജന്മത്തിനോടൊപ്പം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് കൊല്ലരുത്, അങ്ങയുടെ യശസ്സിന് കളങ്കമാവും, ആത്മാവിന് നാശമില്ല, ദേഹത്തിന് മാത്രമാണ് നാശം എന്ന ആത്മോപദേശം ചെയ്തു നോക്കിയെങ്കിലും കംസനെ ആ വധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വസുദേവർക്ക് ആയില്ല എന്ന് പറഞ്ഞപ്പോ വസുദേവര് അവസാന കയ്യ് എന്നുള്ള രീതിയിലാണ് കംസനോട് പറഞ്ഞത്. നഹ്യസ്യാസ്തേ ഭയം സൗമ്യ യദ്വാഗാഹ ശരീരിണി പുത്രാൻ സമർപ്പയിഷ്യേ സ്യായതസ്തേ ഭയമുദ്ധിതം. അങ്ങക്ക് ഞങ്ങൾക്കുണ്ടാകാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, എട്ടാമത്തെ കുഞ്ഞ് അങ്ങയുടെ അന്തകനാവുന്നാണല്ലോ പറഞ്ഞത്, എട്ടാമത്തെ കുഞ്ഞിനെയല്ല സകല കുട്ടികളെയും അങ്ങയുടെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്താം, അങ്ങ് തീരുമാനിക്കൂ, കൊല്ലണോ വളർത്തണോ. സത്യസന്ധനായ ആ വസുദേവരുടെ വാക്കുകൾ കംസന് അംഗീകരിക്കാവുന്നതായിരുന്നു. അതുകൊണ്ട് കംസൻ തന്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. ദേവകി വസുദേവന്മാരെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. അങ്ങനെ ആ ദേവകി ആദ്യമായി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് പറയുന്നു. ആ കീർത്തിമന്തം പ്രഥമജം, ആദ്യമുണ്ടായ കീർത്തിമാൻ എന്ന പുണ്ണിയെ കംസന്റെ മുമ്പിൽ കൊണ്ടുപോയി കിടത്തി. ആനകദുന്ദുഭിയായ വസുദേവന് കംസൻ ഒന്നിങ്ങനെ നോക്കി. എന്നിട്ടോ ആ കംസൻ പറഞ്ഞു, പ്രതിയാതു കുമാരോയം ദഹ്യസ്മാത് അസ്തിമേ ഭയം. ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ, എട്ടാമത്തെ ഉണ്ണിയാണ് എന്റെ അന്തകനായിട്ട് തീരുമെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നു. അതിനെ പരിപൂർണമായി അംഗീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ആനകദുന്ദുഭിയായ വസുദേവന്റെ ഹൃദയത്തിൽ വലിയ ആനന്ദമൊന്നും ഉണ്ടായില്ല. ഇപ്പൊ രക്ഷപ്പെട്ടു എന്നേ ഉള്ളൂ. ദുഷ്ടന്മാരുടെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറാം. വസുദേവര് തിരിച്ചു വന്നു. 6 ഉണ്ണികൾ ഉണ്ടായി അവർക്ക്. കീർത്തിമാൻ, സുഷേണൻ, ഭദ്രൻ തുടങ്ങിയ 6 ഉണ്ണികൾ ഉണ്ടായി. അവരെ ആരെയും കംസൻ കൊന്നില്ല. പക്ഷേ നാരദ മഹർഷി ഈ കുട്ടികളുടെ പ്രാരബ്ധം തീരേണ്ട സമയമായി. വസുദേവരുടെയും ദേവകിയുടെയും പുത്രഭാവത്തിൽ ഇവർക്ക് കുറച്ചു കാലം കൂടിയേ കഴിയാൻ അവസരമുള്ളൂ. ഇവരുടെ കാലമെടുത്തു, അതിന് താനൊരു നിമിത്തമാകണം എന്ന് തീർച്ചപ്പെടുത്തി കംസന്റെ അടുത്ത് പോയി പറഞ്ഞു, അങ്ങ് സാധാരണ കുട്ടികളെ പോലെ ചിന്തിച്ച് ഈ കുട്ടികളെ കൊല്ലാതിരിക്കുന്നത് വലിയ തെറ്റായി പോകും. കാരണം ഈ ദേവന്മാര് അവരൊക്കെ യാദവന്മാരായി വന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ അറിയണത്. അപ്പൊ ഈ വിഷ്ണു ഈ 8-ൽ 8 ആവാൻ വിഷ്ണുവിന് സാധിക്കും. കംസന്റെ മുമ്പിൽ നാരദൻ ഒരു വൃത്തം വരച്ച് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നു. നാരദനെ പോലെ ഏറ്റവും വലിയ സൂത്രശാലി വേറെയില്ല. എന്നിട്ട് കംസനോട് ചോദിച്ചു, മഹാരാജാവേ, അങ്ങ് പറയൂ, ഇതിൽ 8ാമത്തെ ബിന്ദു ഏതാണ്? ഒരു വൃത്തത്തിൽ 8 ബിന്ദുക്കൾ, അതിൽ 8ഉം 8ആകാൻ സാധ്യതയുണ്ട് എന്ന് കംസന്റെ മുമ്പിൽ നാരദൻ വളരെ സ്പഷ്ടമായിട്ട് അവതരിപ്പിച്ചപ്പോ കംസന്റെ ഉള്ളിൽ ഭയത്തിന്റെ വിത്ത് വിതയ്ക്കലായി. അത് കംസൻ പേടിച്ചു. ഇനി ഒരു പക്ഷേ ഈ കുട്ടികൾ തന്നെ ഇല്ലാതെയാക്കോ എന്ന് പേടിച്ച് കംസൻ ആ കുട്ടികളെ മുഴുവൻ ദേവകീ വസുദേവന്മാർ ഇരിക്കുന്ന കാരാഗ്രഹത്തിൽ ചെന്ന് അതിന്റെ ഓരോ കുട്ടികളുടെയും കാലിൽ പിടിച്ച് കരിങ്കൽ ഭിത്തിയിൽ ആഞ്ഞടിച്ച് അവരെ മുഴുവൻ കൊന്നു. തകർന്നു പോകുന്ന തലച്ചോറ്, ആ രക്തവും മാംസവും തങ്ങളുടെ ദേഹത്തേക്കാണ് വന്ന് വീഴുന്നത്. ആർക്കാ അത് സഹിക്കാൻ സാധിക്കുക? പക്ഷേ ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, ബുദ്ധിമുട്ടുകളുടെ, ഈ പ്രയാസങ്ങളുടെ കനത്ത ഇരുട്ടിനുള്ളിലും പ്രത്യാശയുടെ ആ പ്രണവസ്വരൂപം അവർക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറു തീനാളമായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെങ്കിലും അത് ഈ അന്ധകാരത്തെ മുഴുവൻ ഇല്ലാതെയാക്കുന്ന ഞങ്ങളുടെ ഉള്ളിൽ ശാന്തിയുടെ ദീപമായിട്ട് തീരും എന്നവർ കരുതുന്നു. ഏതായാലും കംസൻ ആലോചിച്ചു, താൻ 6 ഉണ്ണികളെ നിഗ്രഹിച്ചിരിക്കുന്നു. തന്റെ അച്ഛൻ ഉഗ്രസേനൻ കുറച്ചൊക്കെ ധർമ്മബോധമുള്ള ആളാണ്. അച്ഛൻ മറ്റാരെങ്കിലും പറഞ്ഞ് തന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതിനു മുമ്പ് അച്ഛനെ കാരാഗ്രഹത്തിൽ അടച്ച് തന്റെ കൂട്ടുകാരായിരിക്കുന്ന പ്രലംബൻ, ഭഗൻ, ചാണൂരൻ, തൃണാവർത്തൻ, അഘാസുരൻ, മുഷ്ടികൻ, അരിഷ്ടൻ, ദ്വിവിധൻ, കേശി, ധേനുകൻ, പൂതന തുടങ്ങിയവരോടുകൂടി ഒരു പുതുരാഷ്ട്രം കെട്ടിപ്പടുക്കണം. അതിന് അച്ഛൻ തടസ്സമാകുമെങ്കിൽ
അച്ഛനെ ആദ്യം കാരാഗൃഹത്തിൽ അടയ്ക്കുക. അതാണ് കംസൻ തീരുമാനിച്ചത്. ഉഗ്രസേനം പിതരം, ആ തന്റെ അച്ഛനായ ഉഗ്രസേനനെ, ഉഗ്രസേനം ച പിതരം യദുഭോജാന്തകാധിപം, അവിടെ ആ ഉഗ്രസേനെ പിടിച്ചുകൊണ്ടുവന്ന് കാരാഗൃഹത്തിൽ അടച്ചു. മധുരയുടെ ആധിപത്യം സ്വയമേവ ആ കംസൻ പിടിച്ചെടുത്തു. പ്രലംബൻ ഭഗൻ ചാണൂരൻ തൃണാവർത്തൻ അഖാസുരൻ മുഷ്ടികൻ അരിഷ്ടൻ ദ്വിവിധൻ കേശി ധേനുകൻ പൂതന എന്നിങ്ങനെയുള്ള 11 അംഗ മന്ത്രിസഭയോടുകൂടി രാജാവായി കംസൻ അവിടെ മധുരയിൽ യാദവന്മാരെ മുഴുവൻ വിറപ്പിക്കാൻ തുടങ്ങി. 6 ഉണ്ണികളില്ലാതെയായിരിക്കുന്നു. ദേവകീവസ്ദേവന്മാരും വല്ലാത്ത വിഷമത്തിലാണ്. ഭഗവാൻ തീർച്ചപ്പെടുത്തി എങ്കിൽ അവിടെ അവതരിക്കേണ്ട സമയമായിരിക്കുന്നു. കാരാഗൃഹത്തിലെ കനത്ത കൂരിരുട്ടിനുള്ളിൽ നിറഞ്ഞു തെളിഞ്ഞു കത്തുന്ന ഒരു ദീപമായി താൻ അവതരിക്കണം. അതിന് ആദ്യം അനന്തമൂർത്തിയെ പറഞ്ഞയക്കുക. അനന്തമൂർത്തിയെ പറഞ്ഞയച്ചു. ദേവകിയുടെ ഗർഭത്തിൽ ആ അനന്ത ചൈതന്യം അവിടെ നിറഞ്ഞു. അപ്പോ ഭഗവാൻ സാക്ഷാൽ യോഗമായ ആ ദേവിയെ വിളിച്ചു. ഗച്ഛദേവി വ്രജം ഭദ്രേ, ദേവിയോട് പറഞ്ഞതാണ് വ്രജത്തിലേക്ക് പോകണം ദേവി. ദേവി കാതോർത്ത് നിന്നു ഭഗവാന്റെ മുമ്പിൽ കൂപ്പുകൈകളോടുകൂടി. ഭഗവാൻ പറഞ്ഞു, ദേവകിയുടെ ഉദരത്തിലുള്ള ആ ശേഷ ചൈതന്യത്തെ ദേവി ആരോരും അറിയാതെ രോഹിണ്യാവുദരേ സന്നിവേശയ, രോഹിണിയുടെ ഉദരത്തിൽ ചേർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ദേവി മറ്റൊരു കാര്യം കൂടി ചെയ്യണം. നന്ദഗോപപുത്രിയായി അവതരിക്കണം. ദുർഗേതി ഭദ്രകാളീതി, ദുർഗയെന്നും ഭദ്രകാളിയെന്നും കുമുദയെന്നും ചണ്ഡികയെന്നും മായയെന്നും നാരായണിയെന്നും ഈശാനിയെന്നും ഒക്കെ പല പല നാമങ്ങളോടുകൂടി പല പല ക്ഷേത്രങ്ങളിൽ ദേവിയെ ഈ ലോകം ആദരിക്കുമ്പോൾ, ഈ ലോകം പൂജിക്കുമ്പോൾ ദേവി സർവകാമവരേശ്വരിയായി സർവകാമവരപ്രദയായി അവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കണം. ദേവി പൊക്കോളൂ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ദേവി അവിടെ ചെന്നു. ദേവകിയുടെ ഗർഭത്തിലുള്ള ചൈതന്യത്തെ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി. വസുദേവരുടെയും ആ ദേവകിയുടെയും ഉള്ളിൽ ഇപ്പൊ വല്ലാത്ത അമ്പരപ്പായി. പ്രത്യേകിച്ചും മധുരാപട്ടണത്തിലെ ആളുകൾ പറഞ്ഞു, അഹോ വിശ്രംസിതോ ഗർഭ, ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി. കംസൻ അത് കേട്ടു. കൂടുതൽ പരിഭ്രാന്തനായി. കാരണം ഇനി ഉണ്ടാകുന്നതാണോ 7ാമത്തത്, അതോ ഇനി ഉണ്ടാകുന്നത് 8ാമത്തെയാണോ? കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ് കംസന്റെ. കംസന്റെ ഉള്ളിൽ ഭയം. 1000 ഭണമുള്ള സർപ്പത്തെ പോലെ അത് ഭണം വിടർത്തി ആടുകയാണ്. പേടിച്ചു കംസൻ. എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഭഗവാൻ ആ ആനകദുന്ദുഭിയായ വസുദേവരുടെ ഹൃദയ ശ്രീകോവിലിൽ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. ദേവകിക്ക് അത്ഭുതമായി. ഇതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന തന്റെ ഭർത്താവ് ഇപ്പതാ എല്ലാ കണ്ണീരും മാറിയിരിക്കുന്നു. ഇപ്പൊഴുകുന്ന കണ്ണീര് ആനന്ദത്തിന്റെ കണ്ണീരാണ് എന്ന് ആ മുഖം കണ്ടാൽ അറിയാം. ഇതിനെന്തേ കാരണം എന്ന് ചിന്തിച്ചിരിക്കെ വസുദേവരുടെ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങുന്ന ആ കാരുണ്യ സ്വരൂപൻ ദേവകിയുടെ ഹൃദയത്തിലും അതേപോലെ മിന്നിത്തിളങ്ങാനായിട്ട് തുടങ്ങി. ദേവകിയും അവാച്യമായ അനുഭൂതിയിൽ എല്ലാം മറന്നിരിക്കുമ്പോഴാണ് കംസൻ വന്നത്. ആ ദേവകിയെ ഇപ്പൊ തന്നെ ഇല്ലാതെയാക്കാന്ന് വിചാരിച്ചു വന്നുവെങ്കിലും ദേവകിയുടെ ആ മുഖാരവിന്ദത്തിൽ തെളിഞ്ഞു കാണുന്ന ചൈതന്യം കണ്ട് കംസൻ പേടിച്ചു. കംസൻ തിരിച്ചുപോയി. എന്നിട്ടോ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും എന്ന് വേണ്ട സകല പ്രവൃത്തികളിലും കംസന് ആ വിഷ്ണു ഭാവത്തെ തോന്നുകയാണ്. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, ആസീന സംവിശൻ സ്ഥിട്ടൻ ഭുഞ്ചാന പര്യടൻ മഹിം ചിന്തയാനോ ഹൃഷീകേശം അപശ്യൽ തന്മയം ജഗൻ. യോഗികളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് ഭയം കൊണ്ടാണെങ്കിലും കംസൻ എത്തിച്ചേർന്നു. വിഷ്ണുവല്ലാതെ മറ്റൊരു ചിന്തയും കംസനില്ല. ഈ സമയത്താണ് സാക്ഷാൽ ബ്രഹ്മദേവൻ രുദ്രനോടും ഇന്ദ്രനോടും ചേർന്ന് അവിടെ ആ കാരാഗൃഹത്തിലെത്തുന്നു. ദേവകീവസ്ദേവന്മാരുടെ ആ ഹൃദയ ശ്രീകോവിലിൽ തിളങ്ങുന്ന ഭഗവാനെ അതിഗംഭീരമായിട്ട് സ്തുതിക്കുന്നു. സത്യവ്രതം സത്യപരം സത്യം സത്യസ്യോനിം ലിഖിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന എന്നിങ്ങനെ സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ ഭഗവാൻ കേട്ടു.
അവിടെ ബ്രഹ്മാവിനോട് ഭഗവാൻ പറയാതെ പറഞ്ഞു, ബ്രഹ്മാവേ, ഞാൻ അധികം വൈകാതെ ഈ അവതാരം കഴിഞ്ഞാലുടൻ ഇപ്പൊ ഗർഭഗത വിഷ്ണുവായ എന്നെ അവിടുന്ന് സ്തുതിച്ചുവെങ്കിൽ ഞാനിതാ പോവുകയാണ്. അമ്പാടിയില് ആ ഇടയക്കൂട്ടങ്ങളോടൊപ്പം പൂവാലി പശുവിനോടൊപ്പം കാളിന്തി നദിയിൽ മുങ്ങിക്കുളിച്ച് ഗോവർദ്ധന പർവ്വതത്തിൽ വിവിധങ്ങളായ ലീലകളാടി ഞാൻ എൻ്റെ ബാല്യകാലം മുഴുവൻ അവിടെയാണ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ അവതാരം കാണാൻ നിങ്ങൾക്ക് ആർക്കും ഞാൻ അവസരം തരുന്നില്ല. അത് ഈ ദേവകീ വസുദേവന്മാർക്ക് മാത്രമാണ്. ഇവര് കൃഷ്ണിയായും സുതപസ്സായും പിന്നീട് അതിഥിയും കശ്യപനുമായപ്പോ ഇവരെ അനുഗ്രഹിക്കാൻ ഇവരുടെ പുത്രഭാവത്തിൽ വന്ന എനിക്ക് ഇപ്പതാ ദേവകീ വസുദേവന്മാരായി വന്നപ്പോ വാസുദേവനായി വരിക എന്നുള്ളത് എൻ്റെ കടമയാണ്. ഞാൻ ഇവർക്ക് കൊടുത്ത വരമാണ്, എൻ്റെ വാക്കാണ്. അതുകൊണ്ട് ഈ രണ്ടുപേർ മാത്രം കണ്ടാൽ മതി. നിങ്ങൾ എല്ലാവരും പൊക്കോളൂ, ആകാശവീഥിയിൽ കാത്തു നിന്നോളൂ. അധികം വൈകാതെ അച്ഛൻ്റെ ആ കൈക്കുടന്നയിൽ ഒരു കളഹംസം പോലെ ഞാൻ പുറത്തേക്ക് വരും, അപ്പ കാണാം, പൊക്കോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ബ്രഹ്മരുദ്രാദി ദേവന്മാരെ അവിടുന്ന് യാത്രയാവുന്നു. ഭഗവാന്റെ സങ്കല്പം എന്താ? ഇന്ന് അച്ഛനും അമ്മയും മാത്രം മതി. ഗുരുഭവനപുരിയിൽ പൊന്നു ഗുരുവായൂരപ്പന്റെ ആ ദർശന സൗഭാഗ്യത്തിനായി എത്തുന്ന നമുക്ക് ചിലപ്പോ കേൾക്കാൻ സാധിക്കും, ആരെയും അകത്തേക്ക് വിടുന്നില്ല. പുറത്തേക്ക് കുറച്ചു കഴിഞ്ഞാൽ ആ കിഷാന്തിയുടെ കയ്യിൽ പൊന്നിന്തടമ്പായി ഭഗവാൻ വരുമ്പോ എല്ലാവർക്കും കാണാം, എല്ലാവരും ഇവിടെ കാത്തു നിന്നോളൂ. ഇന്ന് തന്ത്രിയുടെ പൂജയാണ്, പിതൃസ്ഥാനീയനാണ് തന്ത്രി. ആ തന്ത്രിയെ സഹായിക്കാൻ മേൽശാന്തി മാതൃഭാവത്തിൽ. ഇതേപോലെ അച്ഛനും അമ്മയും മാത്രം ആ കാരാഗ്രഹത്തിലുള്ള സമയത്താണ് കണ്ണനാമുണ്ണിയുടെ മധുരമനോഹരമായ ശ്രീകൃഷ്ണാവതാരം. ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പേ ദേവിയോട് പറഞ്ഞു, നിശീഥ സമയത്തിൽ അസ്തമയം കഴിഞ്ഞ് 16 നാഴിക കഴിയുന്ന സമയത്താണ് എൻ്റെ അവതാരം. അർദ്ധരാത്രി കഴിഞ്ഞ്, അതിന് നിശീഥ സമയം എന്നാണ് പേര്. ആ സമയം അഷ്ടമിയാണ് പക്കം, രോഹിണിയാണ് നക്ഷത്രം. അഷ്ടമി മഹാദേവന്റെ പക്കമാണ്, രോഹിണി ബ്രഹ്മാവിന്റെ നക്ഷത്രമാണ്. എല്ലാം വേണ്ടതുപോലെ ആയില്ലേ നോക്കൂ എന്ന് ദേവിക്ക് നിർദ്ദേശം കൊടുത്തപ്പോ ദേവി എല്ലായിടത്തും പോയി നോക്കി, എല്ലാം വേണ്ടതുപോലെ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായി. അഥ സർവഗുണോപേത കാല പരമശോഭന എന്നൊരു ചോദ്യം, ദേവിയുടെ മറുപടി അത് തന്നെ. അഥ സർവഗുണോപേത കാല പരമശോഭന. ദേവിക്ക് അത്ഭുതം. എല്ലാം ഭഗവാന്റെ അവതാരവുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും പ്രത്യേകതയാണ്. അതാണ് ദേവിയെ അത്ഭുതപ്പെടുന്നത്. കാരണം ആകാശവീഥിയിൽ അഷ്ടമിയുടെ അന്ന് വെറും ഒരു ചന്ദ്രക്കല മാത്രമേ പതിവുള്ളൂ. പക്ഷേ ഇന്നിതാ ചന്ദ്രൻ പരിപൂർണതമനായി നിൽക്കുന്നു ആകാശവീഥിയിൽ. ചന്ദ്രനോട് ചോദിച്ചപ്പോൾ ചന്ദ്രന് മറുപടിയുണ്ട്. ചന്ദ്രവംശത്തിൽ ഭഗവാൻ പരിപൂർണതമനായി 16 കലകളോടുകൂടി അവതരിക്കുമ്പോൾ ഞാനും ആ പരിപൂർണനായിട്ട് കാത്തു നിൽക്കുന്നു. ചന്ദ്രൻ അങ്ങനെയാണെങ്കിൽ രോഹിണി തുടങ്ങിയ നക്ഷത്രങ്ങൾക്ക് സന്തോഷം. കണ്ണനാമുണിയെ സ്വീകരിക്കാൻ അവരെ ആകാശവീഥിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. രോഹിണി നക്ഷത്രത്തിന് കൂടുതൽ സന്തോഷം. കാരണം എന്താ? രോഹിണി നക്ഷത്രത്തിലാണ് കണ്ണൻ അവതരിക്കാൻ പോണത്. കണ്ണനോട് പേരെന്താന്ന് ചോദിച്ചാൽ കൃഷ്ണനെന്നും മാധവനെന്നും ദാമോദരൻ എന്നൊക്കെ പല പേരുകൾ പറയുമെങ്കിലും ഗോപികമാര് ആ ഉണ്ണിയുടെ കുഞ്ഞി തൃക്കൈകളിങ്ങനെ ചേർത്ത് പിടിച്ച് ഉണ്ണിയുടെ ആ മുഖാരവിന്ദത്തോട് തങ്ങളുടെ മുഖാരവിന്ദം ചേർത്ത് വെച്ച് ആ ചെവിയിൽ മെല്ലെ ചോദിക്കും, ആട്ടെ മാധവൻ ഉണ്ണിയുടെ നാളെന്താന്ന് ചോദിക്കുമ്പോ ഉണ്ണി പറയില്ലേ, രോഹിണി എന്ന് പറയും. ആ ഒരു ആനന്ദമാണ് രോഹിണിക്ക്. അവർക്ക് മാത്രമാണോ മേഘജാലങ്ങൾ മേഘശ്യാമള വർണ്ണനെ സ്വീകരിക്കാൻ ദുന്ദുഭിനാദം മുഴക്കിക്കൊണ്ട് കാത്തു നിൽക്കുന്നു. സമുദ്രത്തിലെ തിരകൾ ആ കരുണാസാഗരനെ സ്വീകരിക്കാൻ ഒരു ശ്രുതി എന്നതുപോലെ കരയിലേക്ക് മെല്ലെ മെല്ലെ വന്നു ചേരുന്നു. ഋഷീശ്വരന്മാരുടെ ആ ഹോമാഗ്നി അത് പ്രദക്ഷിണമായി ഒരു തരത്തിലുള്ള പുകയുമില്ലാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സാധാരണ ആ സരസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്പലുകൾക്കൊപ്പം തന്നെ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളെ കണ്ടപ്പോ ദേവിക്ക് അത്ഭുതമായി. എന്താ താമരപ്പൂക്കൾ ഇങ്ങനെ ഈ രാത്രി വിടർന്നു നിൽക്കുന്നത്? നിങ്ങൾ പകൽ സമയത്ത് സൂര്യരശ്മികൾ ഏൽക്കുമ്പോഴാണല്ലോ നിങ്ങൾ വിടരാറുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു,
കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി എന്ന് ഭക്തന്മാരെ പ്രാർത്ഥിക്കും. അപ്പൊ ഭഗവാന്റെ പാദാരവിന്ദം, ഭഗവാന്റെ കരാരവിന്ദം, ഭഗവാന്റെ മുഖാരവിന്ദം, താമരപ്പൂവിന്റെ ഇതള് പോലുള്ള നീണ്ടിടപ്പെട്ട കണ്ണുകൾ, അതുകൊണ്ട് ഞങ്ങളും ഇതാ കാത്തു നിൽക്കുകയാണ് എന്ന് അവരും പറയുന്നു. അവരും ആ സ്വാഗതം കൃഷ്ണ, സ്വാഗതം കൃഷ്ണ എന്ന് തലയാട്ടിക്കൊണ്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. എല്ലായിടത്തും ആനന്ദമാണ്. സുഗന്ധം നിറഞ്ഞ കാറ്റ് മെല്ലെ മെല്ലെ വീശാൻ തുടങ്ങി. എല്ലായിടത്തും ആനന്ദം നിറഞ്ഞു നിൽക്കുമ്പോൾ, എല്ലാവരും കൃഷ്ണാവതാരത്തിന് വേണ്ടി കണ്ണും കാതും മനസ്സും തുറന്നു വെച്ച് നിൽക്കുമ്പോൾ, ഇവിടെ ഈ ഭാർഗവ ഭൂമിയിൽ നമ്മളും കൊടിക്കുന്നുകാവിലമ്മയുടെ മുമ്പിൽ, ആ മഹാദേവന്റെ മുമ്പിൽ, ഭാഗവത സ്വരൂപിയുടെ മുമ്പിൽ നമ്മളും ആ കൃഷ്ണാവതാരത്തിന്റെ വരികളിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വയ്ക്കുകയാണ്. നമ്മുടെ അകക്കണ്ണ് തുറക്കുകയാണ് ആ അക്ഷരക്കൂട്ടങ്ങളെ വായിക്കാൻ. ആ അക്ഷരക്കൂട്ടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന അക്ഷരസ്വരൂപിയായ ആ കണ്ണനെ അറിയാൻ, ആ കണ്ണനിലേക്ക് അലിയാൻ, ആ കൃഷ്ണാവതാര രംഗത്തിലേക്ക് നമുക്കിതാ എത്തിച്ചേരാം. വളരെ ശ്രദ്ധയോടെ, വളരെ ഭക്തിയോടെ അതിനെ അനുസന്ധാനം ചെയ്യുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അഥാ ദശമസ്കന്ധ പൂർവാർദ്ധ തൃതീയോധ്യായ. ശ്രീശുക ഉവാച. അധ സർവഗുണോപേത കാല പരമശോഭന യർഹേവാജനജന്മർക്ഷം ശാന്തക്ഷഗ്രഹതാരകം. ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം. മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാകരാ. നദ്യപ്രസന്നസലില ഹൃദാ ജലരുഹശ്രിയ. ദ്വിജാളികുലസംനാദസ്തബകാ വനരാജയ. വവൗ വായു സുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി. അഗ്നയശ്ച ദ്വിജാദീനാം ശാന്താസ്തത്ര സമിന്ധത. മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം. ജായമാനേ അജനേ തസ്മിൻ നേതുർ ദുന്ദുഭയോ ദിവി. ജഗുക്കിന്നര ഗന്ധർവാസ്തുഷ്ടു സിദ്ധചാരണാ. വിദ്യാധര്യശ്ച നനുതുർ അപ്സരോഭി സമം തദാ. മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്വിതാ. മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം. നിശീധേ തമ ഉത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ. ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാം. ആവിരാസീൽ യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സദാ സർവത്ര
സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗദാരുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്യുഷാ പരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗത കങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത. കണ്ണൻ പിറന്നു, എന്റെ കണ്ണൻ പിറന്നു, ദേവകി വസുദേവർക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, എന്റെ കണ്ണൻ പിറന്നു, ദേവകി വസുദേവർക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, കാർവർണ്ണൻ പിറന്നു, നന്ദയശോദാദികൾക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, ദേവൻ കണ്ണിൽ പിറന്നു, കണ്ണീനു കർപ്പൂരമായി ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, ഗോപകാലൻ പിറന്നു, ഗോപികൾക്കു കാന്തനാമ ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, കംസനാകെ ഭയന്നു, ദുഷ്ടജന നിഗ്രഹത്തിനുണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, കംസനാകെ ഭയന്നു, ദുഷ്ടജന നിഗ്രഹത്തിനുണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, പൂർണ്ണ ബ്രഹ്മം പിറന്നു, ബ്രഹ്മാദികൾക്കീശനാകും ഉണ്ണി പിറന്നു. ഹരി ഹരി ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, നാദബ്രഹ്മം പിറന്നു, ഓടത്തണ്ടിൽ ഗാനം ചെത്തും ഉണ്ണി പിറന്നു.
ഭയന്നു കണ്ണൻ പിറന്നു പൂർണ്ണ ബ്രഹ്മം പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു നാദ ബ്രഹ്മം പിറന്നു കണ്ണൻ പിറന്നു ദേവനെന്നിൽ നിറഞ്ഞു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ദേവകി വസുദേവർക്കും ഉണ്ണി പിറന്നു നന്ദയശോദാദികൾക്കും ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണീരു കർപ്പൂരമായി ഉണ്ണി പിറന്നു കൃതികൾക്കു കാന്തനാകാൻ ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ദുഷ്ടജന നിഗ്രഹത്തിൽ ഉണ്ണി പിറന്നു ബ്രഹ്മാദികൾ ഭീഷനാകും ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഓടുത്തന്നിൽ ഗാനം ചേർക്കാൻ ഉണ്ണി പിറന്നു എന്റെ ഹൃദയത്തിലോ ഉണ്ണി കിടന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോപാല ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ ഹരേ. കൃഷ്ണ ഗോവിന്ദ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കണ്ണനുണ്ട് ചേല് കാർമുകിലിൻ ചേല് കുഞ്ഞിക്കയ്യിൽ കോല് പിച്ച വയ്ക്കും കാല്. കണ്ണനുണ്ട് ചേല് കാർമുകിലിൻ ചേല് കുഞ്ഞിക്കയ്യിൽ കോല് പിച്ച വയ്ക്കും കാല്. ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കും ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. നീലവർണ്ണമേനി നീളമുള്ള പീലി കാത്തിടുന്നു കാലി കാറ്റിലാടു പീലി. ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കും ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. കാത്തിരിപ്പു ഗോപി എല്ലാവരും ഒന്ന് കയ്യു കൊട്ടു ഉറക്കെ. ഇത് കഴിഞ്ഞാൽ ഇവിടെ നിർത്താൻ പാടില്ല, പാട്ട് കഴിയുന്നവരെ. കാത്തിരിപ്പു ഗോപി നെറ്റിയിലും ഗോപി ചാരത്തുണ്ട് രാധ ഭക്തിയുടെ ധാര. പാടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ. കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും. കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കും ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും. കൃഷ്ണ ഹരേ
കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കാതിലോ കടുക്കൻ കണ്ണനോ മിടുക്കൻ കാലികൾക്കിടയൻ കാമിനിക്കുടയോൻ കാതിലോ കടുക്കൻ കണ്ണനോ മിടുക്കൻ കാലികൾക്കിടയൻ കാമിനിക്കുടയോൻ ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ കണ്ണന്റെ നാമങ്ങൾ വർണ്ണന്റെ നാമങ്ങൾ കരിമുകിൽ വർണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിക്കും കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കും ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞിടും കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാവിലൊരു ചന്ദ്രൻ കണ്ണൻ രാവിലെയോ സൂര്യൻ കൃഷ്ണൻ രാഗലോലൻ കണ്ണൻ നിത്യം രാധികയ്ക്കോ കാന്തൻ രാവിലൊരു ചന്ദ്രൻ രാവിലെയോ സൂര്യൻ രാഗലോലൻ കണ്ണൻ രാധികയ്ക്കോ കാന്തൻ ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ പാടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ കണ്ണന്റെ നാമങ്ങൾ വർണ്ണന്റെ നാമങ്ങൾ കരിമുകിൽ വർണ്ണന്റെ നാമങ്ങൾ മഴമുകിൽ വർണ്ണന്റെ നാമങ്ങൾ എന്റെ കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിക്കും കണ്ണീരുമാഞ്ചിടും സൗഖ്യം നിറഞ്ഞും കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കും ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞും കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗോപിയേകി പാല് കണ്ണനു ഗോപിയേകി പാല് ഗോക്കളേകി പാല് ഗോപിയേകി പാല് ഗോക്കളേകി പാല് കണ്ണനേകി പാല് പുഞ്ചിരി പൈമ്പാല് ഗോപിയേകി പാല് ഗോക്കളേകി പാല് കണ്ണനേകി പാല് പുഞ്ചിരി പൈമ്പാല് ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ പാടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കള്ളൻ കണ്ണന്റെ നാമങ്ങൾ വർണ്ണന്റെ നാമങ്ങൾ കരിമുകിൽ വർണ്ണന്റെ നാമങ്ങൾ മഴമുകിൽ വർണ്ണന്റെ നാമങ്ങൾ ശ്രീഹരിനാമങ്ങൾ നാമങ്ങൾ കണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിടും കണ്ണീരുമാക്കിടും സൗഖ്യം നിറഞ്ഞും കണ്ണന്റെ രൂപത്തെ നിത്യം സ്മരിക്കും ദുഃഖമൊഴിഞ്ഞിടും മോദം നിറഞ്ഞും കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കണ്ണനുണ്ട് ചേല് കാർമുകിലിൻ ചേല് കുഞ്ഞി കയ്യിൽ പോലെ പിച്ച വെക്കും കാല് നീലവർണ്ണമേരി നീളമുള്ള പീലി കാത്തിടുന്നു കാലി കാറ്റിലാടും പീലി കാത്തിരിപ്പു ഗോപി നെറ്റിയിലും ഗോപി ചാരത്തുണ്ട് രാധ ഭക്തിയുടെ ധാര കാതിലോ കടുക്കൻ കണ്ണനോ മിടുക്കൻ കാലികൾക്കിടയൻ കാമിനിക്കുടയോ രാവിലൊരു ചന്ദ്രൻ രാവിലെയോ സൂര്യൻ രാഗലോല കണ്ണൻ രാധികു കാന്തൻ ഗോപിയേകി പാല് ഗോക്കളേകി പാല് കണ്ണനേകി പാല് പുഞ്ചിരി പൈപ്പാല് ആടിടേണം നമ്മൾ പാടിടേണം നമ്മൾ ആടിടേണം നമ്മൾ കൈകൊട്ടി പാടിടേണം നമ്മൾ ആടുമൊപ്പം കണ്ണൻ പാടുമൊപ്പം കണ്ണൻ കണ്ണന്റെ നാമങ്ങൾ വർണ്ണന്റെ നാമങ്ങൾ കരിമുകിൽ വർണ്ണന്റെ നാമങ്ങൾ പഴമുകിൽ വർണ്ണന്റെ നാമങ്ങൾ ശ്യാമ വർണ്ണന്റെ നാമങ്ങൾ എന്റെ വർണ്ണന്റെ നാമങ്ങൾ നിത്യം ജപിച്ചിട്ട് കണ്ണീരുമാഞ്ഞിടും സൗഖ്യം നിറഞ്ഞിടും കണ്ണന്റെ രൂപത്തിൽ ഒഴിഞ്ഞിടും മോദം
Krishna Hare Krishna Krishna Hare Krishna Krishna Hare Krishna Hare Krishna Hare Krishna 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 Rama Hare Krishna Rama Hare Krishna Krishna Hare Krishna Krishna Hare Krishna Nanda Nandana Shri Krishna Nanda Nandana Shri Krishna Nanda Nandana Shri Krishna Nanda Nandana Shri Krishna Navanita Chora Shri Krishna Navanita Chora Shri Krishna Madhura Nadha Shri Krishna Madhura Nadha Shri Krishna Madhura Nigraha Shri Krishna Madhura Nigraha Shri Krishna Madhura Madhura Shri Krishna Madhura Madhura Shri Krishna 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 Govinda 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 Hare 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 Krishna Krishna Govinda सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद सदा सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद सर्वत्र गोविंद नाम संकीर्तनम गोविंद गोविंद സുന്ദരനെ യശോദനന്ദനനെ ബാലകനെ ഗോപാല ബാലകനെ കാമുകനെ ശ്രീരാധമാധവനെ വാദകനെ മുരളി വാദകനെ നർത്തകനെ കാളിയ മർദ്ദകനെ കേശവനെ കൈവല്യദായകനെ സുന്ദരനെ യശോദനന്ദനനെ ബാലകനെ ഗോപാല ബാലകനെ കാമുകനെ ശ്രീരാധമാധവനെ വാദകനെ മുരളി വാദകനെ എല്ലാവരും നർത്തകനെ കാളിയ മർദ്ദകനെ കേശവനെ കൈവല്യദായകനെ സാഗരമേ കാരുണ്യ സാഗരമേ നന്ദജനെ ദേവകി നന്ദനനെ സുന്ദരനെ യശോദ നന്ദനനെ മണ്ണപ്പത്തൊട്ടതും തന്നെ തുടച്ചത് കാമിനിമാരതു ആടിക്കളിച്ചത് പർവ്വതം പൊക്കിയത് കളിച്ചത് കാളിയ മന്ദന ലീലകളാടിയ സുന്ദരനെ 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 യാദവനെ യാദവനെ കേശവനെ കേശവനെ മാധവനെ മാധവനെ മണ്ണപ്പത്തൊട്ടൊരു സുന്ദരനെ സുന്ദരനെ കണ്ണിൽ തുടച്ചൊരു സുന്ദരനെ 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 പർവ്വതം പൊക്കിയ സുന്ദരനെ സുന്ദരനെ രാധയ്ക്കു തൊഴണ സുന്ദരനെ സുന്ദരനെ ഗോപിക്കു കന്ദന സുന്ദരനെ സുന്ദരനെ അമ്മയ്ക്ക് ഉണ്ണിയ സുന്ദരനെ സുന്ദരനെ നന്ദന സുന്ദമ സുന്ദരനെ സുന്ദരനെ ഇവന്റെ ജീവന സുന്ദരനെ സുന്ദരനെ ഇവന്റെ ജീവന സുന്ദരനെ സുന്ദരനെ രാധയ്ക്കു തൊഴണ ഗോപിക്കു കന്ദന അമ്മയ്ക്ക് ഉണ്ണിയ നന്ദന സുന്ദമ ജീവന്റെ ജീവനെ മാനുഷവേഷം പങ്കാളി തന്നിലെ ഓടിക്കളിച്ചൊരു സുന്ദരനെ സുന്ദരനെ പത്രം കവർന്നൊരു സുന്ദരനെ സുന്ദരനെ പത്രം തൊടുത്തൊരു സുന്ദരനെ സുന്ദരനെ ചിത്രം കവർന്നൊരു സുന്ദരനെ സുന്ദരനെ വന്നൊരു സുന്ദരനെ സുന്ദരനെ കാരകത്തൊരു സുന്ദരനെ സുന്ദരനെ വിദ്യരക്കൊന്നൊരു സുന്ദരനെ സുന്ദരനെ കംസരക്കൊന്നൊരു സുന്ദരനെ സുന്ദരനെ ആരുടെ കാട്ടിയ സുന്ദരനെ സുന്ദരനെ പത്രം കവർന്നത് പത്രം തൊടുന്നത് ചിത്രം കവർന്നത് മുട്ടിൽ നിറഞ്ഞത് ദ്വാരക്കൊന്നത് വിദ്യരക്കൊന്നത് കംസരക്കൊന്നത് കാരുടെ കാട്ടിയ സുന്ദരനെ സുന്ദരനെ അർജുന തന്നോട് നേരെ തെളിച്ചൊരു സുന്ദരനെ സുന്ദരനെ അർജുന ഗർഭത്തിലില്ലാതെ ഇറങ്ങിയ സുന്ദരനെ സുന്ദരനെ അത്തര ഭക്തിയിലടമാറുന്നൊരു സുന്ദരനെ സുന്ദരനെ ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ സുന്ദരനെ അർജുന തന്നോട് നേരെ തെളിച്ചതും അർജുന ഗർഭത്തിലില്ലാതെ ഇറങ്ങിയതും അത്തര ഭക്തിയിലടമാറുന്നതും ആയിരം ആയിരം ലീലകളാടിയ സുന്ദരനെ സുന്ദരനെ അമ്മയുടെ നേരത്തു വലിച്ചിരിച്ചൊരു സുന്ദരനെ സുന്ദരനെ
മാനന്ദദായകനെ മണിമണ്ണൻ സുന്ദരനെ സുന്ദരനെ ഉത്തരമുദ്രവും ഭാഗ്യമെത്തുന്ന സുന്ദരനെ സുന്ദരനെ മാധപുരീശനെ പിന്നെ തിളങ്ങുന്ന സുന്ദരനെ സുന്ദരനെ അടക്കത്തിട്ടൊരു സുന്ദരനെ സുന്ദരനെ അടുത്തുടച്ചൊരു സുന്ദരനെ സുന്ദരനെ യാതൊക്കെ തൊഴണം സുന്ദരനെ സുന്ദരനെ ഗോപിക്ക് വന്ദന സുന്ദരനെ സുന്ദരനെ അമ്മയ്ക്ക് ഉണ്ണിയ സുന്ദരനെ 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 ജീവന്റെ ജീവന സുന്ദരനെ സുന്ദരനെ ആരുഷവിഷമ സുന്ദരനെ സുന്ദരനെ പത്രകവർത്തൊരു സുന്ദരനെ സുന്ദരനെ പത്രകവർത്തൊരു സുന്ദരനെ സുന്ദരനെ ചിത്രകവർത്തൊരു സുന്ദരനെ സുന്ദരനെ ചിത്രകവർത്തൊരു സുന്ദരനെ സുന്ദരനെ കാരികത്തൊരു സുന്ദരനെ സുന്ദരനെ കാരികത്തൊരു സുന്ദരനെ സുന്ദരനെ എതിരെക്കൊന്നൊരു സുന്ദരനെ സുന്ദരനെ ഓർക്കെ സുന്ദരനെ 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 യാദവനെ കേശവനെ മാധവനെ മാധവനെ ഈശ്വരനെ അണപ്പറ്റത് കണിത്തുടച്ചത് കാമിനി മാധുവാടി കളിച്ചത് പർവ്വത പൊക്കിയത് കളിച്ചത് കാളി അവസര ലീലകളാൽ സുന്ദരനെ 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 യാതൊരു തൊഴിലെ ഗോപിക്കും നന്ദനെ കമ്പിക്കും ഉണ്ണിയെ നന്ദന സ്വന്തമ ജീവന്റെ ജീവനെ മാഷുവിനെ പടി തന്നിലെ ഓടി കളിച്ചൊരു സുന്ദരനെ 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 കേശവനെ കേശവനെ യാദവനെ യാദവനെ മാധവനെ മാധവനെ ഈശ്വരനെ ഈശ്വരനെ രക്ഷകനെ രക്ഷകനെ സുന്ദരനെ ബാലകനെ രാമുകനെ മാധവനെ നർത്തകനെ കേശവനെ സാഗരനെ നന്ദനെ മണ്ഡപത്തിനെ തുടർന്നതും കാമിനിമാർക്ക് പാടി കളിച്ചതും പർവ്വതപൊക്കിൽ നിന്ന് കളിച്ചതും കാളിയപ്പത്തന ലീലകളാടിയതും യാതൊരു തൊഴിലെ കുറിക്കുക അമ്മയ്ക്കും നീ നന്ദന സ്വന്തമായി ജീവന്റെ ജീവനെ ഭാഷവേഷമായി അമ്പഴത്തനെ ഓടി കളിച്ചൊരു സുന്ദരനെ 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 അഭിനന്ദനത്തുമല്ല തിരിച്ചത് മാർദ്ദദായകനെ സുന്ദരനെ 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 जय बोलो सुंदर मूर्ति भगवान की जय जय बोलो आनंद सुंदर मूर्ति भगवान की കണ്ണന്റെ കാരുണ്യത്തിന്റെ കഥ അവിടെ ദേവകീവസേവന്മാരുടെ മുമ്പിൽ കാരുണ്യസ്വരൂപൻ ഭഗവാൻ അവതരിച്ചു. ആ കൽത്തുറുങ്കിൽ അമ്മ കണ്ട ആ ദിവ്യസ്വരൂപം ഇന്നും എത്രയോ എത്രയോ മാതൃപിതൃഭാവങ്ങളെ ആനന്ദത്തിന്റെ അഭൗമ തലങ്ങളിലേക്ക് എത്തിച്ച് സപ്താഹവേദികളിലൂടെയും ഒക്കെ ആ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ഉള്ളിലൊക്കെ മിന്നിത്തിളങ്ങുന്നു. ആ കാരുണ്യസ്വരൂപൻ അന്ന് തമത്ഭുതം ബാലകമംബുജേക്ഷണം എന്ന രീതിയിൽ ആ അമ്മയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ പിന്നീട് ബഹുവ പ്രാകൃത ശിശു ദേവകീവസേവന്മാര് ഭഗവാനെ സ്തുതിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത ഭഗവാൻ അവരുടെ പൂർവജന്മ സ്മൃതിക്ക് പാകത്തിന് ഭഗവാനതാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബഭൂവ പ്രാകൃത ശിശു ഒരു സാധാരണ ഉണ്ണിയായി മാറി. എന്തിനു വേണ്ടിയിട്ടാ? ആ അമ്മ ആഗ്രഹിക്കണു എന്നുള്ളത് കൊണ്ട്, ആ അമ്മ മോഹിക്കണു തന്നെ ഒരു ഉണ്ണിയായിട്ട് കാണാൻ എന്ന് മനസ്സിലാക്കി ദേവിക്ക് മാറോട് ചേർക്കാൻ പാകത്തിന് ആ കാരുണ്യ സ്വരൂപൻ ഒരു സാധാരണ ഉണ്ണിയായി മാറി. തന്റെ മുമ്പിൽ ആ കാരാഗൃഹത്തിലെ കരിങ്കൽ തറയിൽ വീണ് കിടക്കുന്ന കാർമേഘവർണ്ണനെ കണ്ട് അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ആ ഉണ്ണിയുടെ കാരുണ്യത്തെ കുറിച്ച് ആലോചിച്ച കണ്ണീർത്തുള്ളികൾ താഴെ വീണു. ആ കണ്ണീർത്തുള്ളികൾ കണ്ണന് മണിമാല പോലെ ആ ഭഗവാന്റെ ദേഹത്ത് വന്ന് വീണു. ഭഗവാൻ അമ്മയെ നോക്കി
അങ്ങനെ ആ ദേവകീ ദേവി കണ്ണനെ, ആ കാർമേഘവർണ്ണനെ, ആ ശ്യാമവർണ്ണനെ തൻ്റെ മാറോട് ചേർത്ത് തൻ്റെ സ്നേഹവാത്സല്യങ്ങളുടെ, തൻ്റെ ഭക്തിയുടെ മുലപ്പാലൂട്ടാൻ ആ ഉണ്ണിയെ കയ്യിലിങ്ങനെടുത്തു. തൻ്റെ കൈകളെ തൊട്ടിലാക്കി ആ അമ്മ ഏതൊരമ്മയെയും പോലെ, അവിടെ സംഗീതം വേണ്ട, താളം വേണ്ട, ശ്രുതി വേണ്ട, എങ്കിലും ഏതൊരമ്മയും പാടുന്ന താരാട്ടുപാട്ടിന് നീലാംബരിയുടെ സൗന്ദര്യമാണ്. ആ നീലാംബരി രാഗം കേട്ട് നീലാംബര സഹോദരനായ പീതാംബരധാരി മെല്ലെ തൻ്റെ കണ്ണുകൾ അടച്ചു. ഒരുപക്ഷെ ഒരു ഭക്തന്റെ മനസ്സിൽ തോന്നുന്ന വെറും സങ്കല്പമാവാം ഇതൊക്കെ, എങ്കിലും അന്ന് ആ ദേവകീ ദേവി കണ്ണനെ താരാട്ടുപാട്ട് പാടി ഉറക്കിയതുപോലെ നമുക്കും ഈ സപ്താഹവേദിയിൽ നമ്മുടെ മനസ്സാകുന്ന തൊട്ടിലിൽ ആ മരതകമണിവർണ്ണനെ ചേർത്ത് കിടത്തി നമുക്ക് ആ അമ്മയെ പോലെ പാടി 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 ആ നാമാമ്പതൻ ശീതളമാകുന്ന മടിയിൽ വീണുറങ്ങാനുള്ള മോഹം, ആ ഉത്സംഗത്തിലേക്ക് വീഴാനുള്ള മോഹം ഒരു ഭക്തൻ പറയുന്നത് പോലെ ആ കണ്ണനാമുണ്ണിയെ നമുക്കും ചേർത്തിങ്ങനെ പിടിക്കാം. കണ്ണുകൾ അടച്ച് നമ്മുടെ കൈകളിൽ ആ കാരുണ്യ സ്വരൂപനാണ് എന്ന ചിന്തയോടുകൂടി ഇരിക്കുക. ഭക്തിയോടുകൂടി ഈ നീലാംബരി ശീലിനൊപ്പം ആ നീലമേഘ ശ്യാമളവർണ്ണന്റെ പാതാരബിന്ദങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കട്ടെ. ഇന്നീ നിശയേറെ പുണ്യമായി ഇന്നെന്റെ പ്രാർത്ഥന സത്യമായി, ഇന്നെന്റെ ജീവിതം ധന്യമായി, ഹിന്ദുവംശത്തിൽ നീ ജാതനായി. എത്രയോ പുത്രന്മാർ പോയി മറഞ്ഞു, എത്രയോ കണ്ണുനീർ ഞാൻ പൊഴിച്ചു, ഇന്നെന്റെ മാനസം തൊട്ടിലാക്കാം, ഇന്നെന്റെ മാനസം തൊട്ടിലാക്കാം. ആനന്ദ പൂമുത്തേ നീയുറങ്ങൂ, അച്ഛനോടൊപ്പം നീ പോയിടേണം, അമ്പാടിക്കണ്ണനായി മാറിടേണം. അമ്മതൻ കൺകൾ നിറയുകില്ല, ഈ അമ്മതൻ കൺകൾ നിറയുകില്ല. കണ്ണാ നിനക്കായി കാത്തിരിക്കാം, സച്ചിദാനന്ദമം നിന്റെ രൂപം മാറോട് ചേർത്തു ഞാൻ പാടിടുന്നു. മാധവ മോഹന വാസുദേവ, യാദവ കേശവ എന്റെ കണ്ണ, ആനന്ദ കുട്ടനെ നീ
നീയുറങ്ങൂ, കണ്ണും തുറന്നു കിടപ്പതെന്തേ, ചുന്ദരക്കണ്ണനെ നീയുറങ്ങൂ, കണ്ണു രണ്ടും തുറന്നു കിടപ്പതെന്തേ, ചുന്ദരക്കണ്ണനെ നീയുറങ്ങൂ. അമ്മതൻ നെഞ്ചിലെ സ്നേഹാമൃതം, ഈ അമ്മതൻ നെഞ്ചിലെ സ്തന്യാമൃതം, ആവോളമുണ്ടു നീ ചായുറങ്ങൂ, ചായുറങ്ങൂ, നീയുറങ്ങൂ, ചായുറങ്ങൂ, നീയുറങ്ങൂ. അമ്മതൻ ചുന്ദര നീയുറങ്ങൂ. ആനന്ദ കണ്ണീരുകൊണ്ട് ആ നന്ദനന്ദനനെ അഭിഷേകം ചെയ്തുകൊണ്ട് ആ അമ്മ തന്റെ കയ്യിൽ കിടക്കുന്ന ആ സച്ചിദാനന്ദ പരബ്രഹ്മമൂർത്തിയെ വസുദേവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കാരാഗ്രഹത്തിന്റെ കനത്ത വാതിലുകൾ മെല്ലെ തുറന്നു, കൈകാലുകളിലെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. എല്ലാവരെയും യോഗമായാദേവി അങ്ങകലെ അമ്പാടിയിൽ ഉണർന്നപ്പോ തന്നെ എല്ലാവരെയും ഉറക്കി കഴിഞ്ഞിരിക്കുന്നു. പുറത്തേക്ക് താമരപ്പൂവിൽ തേൻ കുടിക്കാൻ വന്ന കളഹംസം പോലെ വസുദേവരുടെ കയ്യിൽ ആ കാരുണ്യ സ്വരൂപൻ ആ നീലക്കല്ല്, കല്ലു വീണോ നീലനിറം എന്ന് ലോകം കാണാൻ പാകത്തിന് വസുദേവര് ആ നീലക്കല്ലിനെയും എടുത്ത് മെല്ലെ നടന്നപ്പോഴാണ് നീലവാനിൽ കാത്തു നിൽക്കുന്ന, നിർനിമേഷരായി കാത്തു നിൽക്കുന്ന ബ്രഹ്മരുദ്രാദി ദേവന്മാരുടെ കണ്ണുകളിൽ നിന്നും നീർമണി ആ നീലമേഘശ്യാമളവർണ്ണന്റെ ആ നീലക്കല്ലിന്റെ മേത്ത് വന്ന് വീണുടഞ്ഞപ്പോ ഇത് മഴമുകിലൊളിവർണ്ണന് അവർ നൽകുന്ന പനിനീരഭിഷേകമാണ് എന്ന് തിരിച്ചറിയാതെ ഇത് മഴയാണ് എന്ന് കരുതിയ പാവം വസുദേവര് ഒന്ന് പരിഭ്രമിച്ചപ്പോഴേക്കും അനന്തമൂർത്തി 1000 ഭണങ്ങളും വിടർത്തി അതിലെ രത്നങ്ങളെ കൊണ്ട് ആ വഴികളെ പ്രകാശമാനമാക്കിക്കൊണ്ട് തയ്യാറായി കഴിഞ്ഞു. ഒഴുകിയിരുന്ന കാളിന്തി നദി ഇപ്പതാ കണ്ണനെ കണ്ട കാമിനിയെ പോലെ വളരെ ശാന്തമായിട്ട് ഒഴുകുന്നു. ആ കാലുകൾ നനച്ച് വസുദേവര് അമ്പാടിയിലേക്ക് എത്തുന്നു. എല്ലാവരും ഉറക്കത്തിലാണ്. യശോദാനന്ദ പത്നീചാജാതം പരമബുദ്ധ്യത ന തല്ലിംഗം പരിശ്രാന്ത നിദ്രയാപഗതസ്മൃതി. ഉറക്കത്തിലാണ് ആ അമ്മയും. അതേപോലെ തന്നെ പ്രജനായകനായിരിക്കുന്ന നന്ദഗോപര്, ഗോപികമാര്, രോഹിണിയുടെ തൽപ്പത്തിൽ കിടക്കുന്ന ആ സിതമണിവർണ്ണനായിരിക്കുന്ന തന്റെ പുത്രനെ ആ അനന്തമൂർത്തിയെ ഒന്ന് നോക്കി. ആനന്ദമൂർത്തിയെ അവിടെ കിടത്തി ആ നന്ദജയായിരിക്കുന്ന പെൺകുട്ടിയെ കയ്യിലെടുത്ത് കണ്ണന്റെ പാദാരവിന്ദങ്ങളിലും മുഖാരവിന്ദത്തിലും കരാരവിന്ദത്തിലും തന്റെ സ്നേഹവാത്സല്യങ്ങളുടെ മുദ്ര ചാർത്തി വസുദേവര് മെല്ലെ തിരിഞ്ഞ് നടക്കുന്നു. ഇനി എന്ന് കണ്ണാ, ഒരു വ്യാഴവട്ടക്കാലം കഴിയുമ്പോ ഞാൻ തിരിച്ചെത്തും എന്ന കണ്ണന്റെ ഉറപ്പ് അത് ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് വസുദേവര് മധുരയിലേക്ക് തിരിച്ചു വരുന്നു. മധുരയിലേക്ക് തിരിച്ചെത്തുന്ന വസുദേവരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കംസൻ, അമ്പാടിയില് കണ്ണന്റെ ജന്മോത്സവം കൊണ്ടാടുന്ന നന്ദഗോപരും
പ്രജേശ്വരിയായ യശോദയും രോഹിണിയും ഗോപികമാരും ഗോപാലന്മാരും ഒക്കെ ആ ധന്യധന്യമായ പുലർകാലത്തിലേക്കാണ് നമുക്ക് നാളെ എത്തിച്ചേരേണ്ടത്. പുതുവത്സര പുലരിയിൽ പൂർണ്ണനായ ഭഗവാന്റെ ആ പൂർണ്ണാവതാരത്തിന്റെ കഥ പാടി ദീപാരാധനയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. കർണാമൃതമതു പാടിയിടുന്നു കണ്ണാ നിൻ മുന്നിൽ, കർപ്പൂരത്താൽ ആരതി തീർത്തു കണ്ണാ നിൻ മുന്നിൽ, കണ്ണീർ ചാലുകൾ തുടച്ചു മാറ്റു കണ്ണാ കാർവന്ന, കരളിൽ കുളിര നിറയുക നീയും കണ്ണാ മണിവർന്ന, ആരതി തീർക്കും ഞങ്ങൾ തന്നെ മനസമതിലെന്നും, ആനന്ദാമൃത തീർത്ഥമൊഴുക്കും മധുരാപുരിനാഥ, മംഗളഗീതം പാടിയിടുമ്പോൾ മാമകവാണികളിൽ, മാധുര്യത്തിൻ ശ്രുതിയതു ചേർത്തു വാർമുകിലൊളിവർന്ന, അനിലപുരത്തിൽ വാഴുന്നു നീ ഗുരുവായൂരപ്പ, അനന്തപുരിയിൽ വാഴുന്നു നീ അനന്തകൽപ്പത്തിൽ, അടിയങ്ങൾ തൻ ഹൃദയമതെന്നും പൂജാഗൃഹമാക്കൂ, അടിമലരിണയിൽ വീണു നമിപ്പു ഭക്തന്മാർ ഞങ്ങൾ, രാധാരമണ മുകുന്ദ മുരാരേ ചരണം വേദവചരണയുഗം, ഭവനപുരേശ രാധാ കൃഷ്ണ ശരണം വേദവചരണയുഗം, ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം വേദവചരണയുഗം, ചോറ്റാനിക്കര വാഴും ദേവി ശരണം വേദവചരണയുഗം, കുടിക്കുന്നുകാവിൽ വാഴും കാളി ശരണം വേദവചരണയുഗം, ഗുരുഭവനപുരേശ രാധാ കൃഷ്ണ ശരണം വേദവചരണയുഗം, ഗുരുഭവനപുരേശ രാധാ കൃഷ്ണ ഹരേ ശരണം മേ തവ ചരണയുഗം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സമർപ്പയാമി.